മാർക്കറ്റ് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇത് നമ്മളെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം. ഈ റിച്ച് ഗെറ്റ് റിച്ചർ എന്ന് പറയില്ല, അതായത് പൈസ ഉള്ളവൻ എപ്പോഴും പൈസ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇത് നിങ്ങൾ എന്ത് ചെയ്തിട്ടെന്ന് വിചാരിക്കുന്നത്? പുള്ളി ഓഫീസിൽ പോയി ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ പൈസ ഉണ്ടാക്കുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലും അല്ല. റഷ്യയിൽ ഇങ്ങനെയുള്ള ആൾക്കാരിനെ ഒലിഗാർക്സ് എന്ന് വിളിക്കും. അതേപോലെ നമ്മുടെ അമേരിക്കയിൽ ബില്യനേഴ്സ് എന്നോ പ്രസിഡന്റിന്റെ ഫ്രണ്ട്സ് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കും. ഇവരിലെ മെജോറിറ്റി ആൾക്കാരും ചെയ്യുന്നത് ഈ മാർക്കറ്റ് മാനിപ്പുലേഷൻ ആണ്. അപ്പൊ എങ്ങനെയാണ് ഇവർ പൈസ ഉണ്ടാക്കുന്നത്? സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരുപാട് ടെക്നിക്കൽ ടേംസ് ഒക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല. സിമ്പിൾ ആയിട്ട് കാര്യം പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ എടുത്തോ. നമ്മുടെ ഡൊണാൾഡ് ട്രംപിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത താരിഫിന്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് തന്നെയാണ് എക്സാമ്പിൾ. അപ്പൊ ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം ചെയ്യുമ്പോൾ പണ്ടത്തെ രാജാവൊന്നുമല്ലല്ലോ, കുറെ അഡ്വൈസേഴ്സ് ഒക്കെ ഉണ്ടാവും ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനും എല്ലാത്തിനും കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവരിൽ ആരെങ്കിലോ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ഇപ്പൊ എൻ്റെ ഒരു ബന്ധുവാണെന്ന് വെക്കുക. അപ്പൊ ഞാൻ ട്രംപ് മാമനെ വിളിക്കണം, മാമ എപ്പോഴാണ് നിങ്ങൾ താരിഫ് പ്രഖ്യാപിക്കാൻ പോകുന്നത്? അപ്പൊ ട്രംപ് പറയും, മോനെ ഞാൻ ഒരു ഏപ്രിൽ 2-ാം തീയതി ഞാൻ ഒരു പരിപാടി നടത്തുന്നുണ്ട്, അതിലായിരിക്കും ഞാൻ അനൗൺസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അസറ്റ്സ് ഉണ്ടല്ലോ ഞാനത് ലിക്വിഡിറ്റി ആക്കും. അതായത് ഇങ്ങനെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയും എന്നുള്ളൊരു ന്യൂസ് കിട്ടുമ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ആൾക്കാരുടെ കയ്യിലൊന്നും ഇത്ര പൈസ ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അസറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ലാൻഡ് ആവാം അല്ലെങ്കിൽ സ്റ്റോക്ക് തന്നെ ആവാം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ബാങ്കിൽ പോയിട്ട് നമ്മൾ വലിയൊരു ലോൺ എടുക്കും. കാരണം ഇങ്ങനെയുള്ള ബില്യനേഴ്സിന് ലോൺ കൊടുക്കാനായിട്ട് തന്നെ കുറേ ബാങ്കുകളുണ്ട്. എന്നിട്ട് ഏപ്രിൽ 2-ാം തീയതി ഈ ഒരു അനൗൺസ്മെന്റ് വരുന്നു, സ്റ്റോക്ക് ഇടിയുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഷോർട്ട് ചെയ്യും. ഈ ഷോർട്ട് ചെയ്യാന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം മാർക്കറ്റ് വീണോ അത്രത്തോളം എമൗണ്ട് എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. സെൽ ഫസ്റ്റ് ബൈ ലേറ്റർ എന്നുള്ളൊരു സ്ട്രാറ്റജിയാണിത്. അതിനെക്കുറിച്ച് ഒരുപാടൊന്നും ചിന്തിക്കേണ്ട. എത്രത്തോളം താഴ്ന്നോ അത്രത്തോളം എനിക്ക് പൈസ കിട്ടും. സാധാരണ ഒരാൾക്ക് അറിയില്ല ഈ 2-ാം തീയതി എന്താണ് ഇയാൾ പറയാൻ പോകുന്നതെന്ന്. പക്ഷെ എനിക്കിത് നേരത്തെ അറിഞ്ഞുകൊണ്ട് ഞാൻ അതിന്റെ ഫ്യൂച്ചേഴ്സോ ഞാനത് എന്തെങ്കിലും ഷോർട്ട് ചെയ്ത് വെക്കും. അപ്പൊ അന്ന് ഞാൻ പൈസ ഉണ്ടാക്കിയേ. ഇനി ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ പുകിലൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് മാമനെ ഒന്നുകൂടി വിളിക്കുകയാണ്, ട്രംപ് മാമ അപ്പൊ നമ്മൾ എപ്പോഴാണ് ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ഇങ്ങനെ എന്തോ സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഒരു വാർത്ത കേട്ടല്ലോ, എപ്പോഴാണ് അത് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ട്രംപ് മാമൻ പറയും, മോനെ ഞാനൊരു 9-ാം തീയതി അല്ലെങ്കിൽ 10-ാം തീയതി ഞാനിത് സ്റ്റോപ്പ് ചെയ്യും, ഒരു 90 ഡേയ്സിന് ഒരു പോസ് ഇടും എന്ന് പറയും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ അസറ്റ്സ് ലിക്വിഡിറ്റി ആക്കി വെച്ചിട്ടുണ്ടല്ലോ, ലോഡ് പൈസ എൻ്റെ കയ്യിൽ അപ്പം ഉണ്ടാവും. ആ പൈസ കൊണ്ട് ഈ ബോട്ടംഡ് അപ്പ് ആയിട്ടുള്ള ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ, സ്റ്റോക്ക് ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് ഒരു പരിവായി $6 ട്രില്യൺ ഇടിഞ്ഞു എന്നാണ് ഒഫീഷ്യൽ കണക്കുകൾ പറയുന്നത്. അപ്പം ആ ഇടിഞ്ഞ 8-ാം തീയതിത്തെ ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ അത് ഞാൻ മേടിക്കും. ഈ ഇൻഫർമേഷൻ ഇല്ലാത്തവർ മേടിക്കില്ല. അവർ വിചാരിക്കുന്നതോ നാളെയും കുറയും, ഇനി അടുത്ത ദിവസം ഒന്നുകൂടി കുറയും, ഇങ്ങനെ കുറഞ്ഞു ഒരു പരുവാവും എന്നാണ് ബാക്കിയുള്ളവരൊക്കെ ചിന്തിക്കുക. പക്ഷെ എനിക്കറിയാം, കാരണം ഈ ന്യൂസ് എനിക്ക് നേരത്തെ അറിയാം. അപ്പൊ ഞാൻ 8-ാം തീയതി ആർക്കും വലിയ സംശയമൊന്നും ഇല്ലാത്ത രീതിയിൽ കുറെ സ്റ്റോക്സ് മേടിച്ചു വെച്ചു. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഈ സ്റ്റോക്ക് ഒക്കെ കൂടുന്നുള്ള ആ ഒരു ട്രേഡ് ഉണ്ടല്ലോ അത് ഞാൻ ചെയ്തു വെച്ചു. 9-ാം തീയതി ആരും വിചാരിക്കാതെ ട്രംപ് പറയുന്നു 90 ഡേയ്സ് പോസ് ആണെന്ന് പറയുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഗുഡ് ന്യൂസ് ആണ്. അത് കേട്ടതും $4.8 ട്രില്യൺ അപ്പായി, അതായത് കൂടി ആ വാല്യൂ എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ 2-ാം തീയതിയും ആ ന്യൂസ് വെച്ച് പൈസ ഉണ്ടാക്കി, 9-ാം തീയതി പൈസ ഉണ്ടാക്കി. ആ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിപ്പോൾ ട്രംപ് ആയതുകൊണ്ടാണ് ഇത്ര വലിയൊരു എല്ലാവരും ഇങ്ങനെ അറിഞ്ഞ് ബഹളമൊക്കെ ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ളവർ ചെയ്യുന്നതൊക്കെ ചെറിയ ആരും ന്യൂസിലൊന്നും വരിക കൂടിയില്ല. സാധാരണ അങ്ങനെയാണ് എല്ലാവരും ചെയ്യാറ്. പക്ഷേ ഈ ട്രംപ് ആയതുകൊണ്ട് പുള്ളി ഇങ്ങനെ ഓരോന്നൊക്കെ വിളിച്ചു പറയുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അത്രേ ഉള്ളൂ ഈ സംഭവം.